നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ ഹമാസ് ഇസ്രയേലിന് മുന്നിൽ വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുന്നു. 10 ബന്ദികളെ അവർ ഉടൻ വിട്ടയക്കും. ഇസ്രയേൽ എന്ന രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ച ഇറാനെതിരെ മാത്രമായിരുന്നില്ല, ഇറാന്റെ പ്രോക്സികൾക്കെതിരെയും അതിശക്തമായ യുദ്ധം ഇക്കഴിഞ്ഞ 2 വർഷങ്ങളായി ഇസ്രയേൽ നടത്തുന്നു. ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഒടുവിൽ ഹൂതികളെയും ഇറാനെയും ഒക്കെ നേരിട്ട് ആക്രമിച്ച് തളർത്തുന്നതിൽ ഇസ്രയേൽ വിജയിച്ചിരിക്കുന്നു. ഇറാനെതിരെയുള്ള യുദ്ധം തുടങ്ങിവെച്ച ഇസ്രയേൽ അന്ന് ലോകത്തോട് പറഞ്ഞു, ഞങ്ങളുടെ വരും തലമുറയ്ക്ക് ഇസ്രയേൽ മണ്ണിൽ ജീവിക്കണമെങ്കിൽ ഇറാന്റെ മാരകമായ ആയുധ നിർമ്മാണ പദ്ധതികൾ അവസാനിപ്പിക്കണം. ഇറാൻ ആണവായുധം നേടുന്നത് തടയുക തന്നെയാണ് തങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം. ഇറാൻ എന്ന രാജ്യം ആണവായുധ ശക്തിയായി മാറാൻ ആഗ്രഹിക്കുന്നതിന് പിന്നിൽ ഒരൊറ്റ കാരണം മാത്രം: ഇസ്രയേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക എന്ന ലക്ഷ്യം. ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിൽ യൂറോപ്പിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ട ഒരു ജനത, ഹോളോകോസ്റ്റ് ഇന്നും ഇസ്രയേൽ ജനതയുടെ മനസ്സിലെ മുറിവാണ്. മരിക്കാൻ മാത്രമായി ജനിച്ച ഒരു കൂട്ടം ജനതയുടെ കഥയാണ് ഹോളോകോസ്റ്റിന് പറയാനുള്ളത്. കാണുന്നിടത്ത് വെച്ച് ജനങ്ങളെ വെടിവെച്ച് കൊല്ലുക, കുട്ടികളെ ഗിനിപ്പന്നികളെപ്പോലെ ഓരോ പരീക്ഷണങ്ങൾക്കായി ഉപയോഗിക്കുക, പലതരം കുത്തിവെക്കലുകളും പരീക്ഷണങ്ങളും, ഒടുവിൽ കുട്ടികളുടെ വരെ ജീവൻ പൊലിയുന്ന അവസ്ഥ. ഇടുങ്ങിയ കുടുസുമുറികളിലേക്ക് നിരവധി പേരെ കുത്തിക്കയറ്റി നിർത്തി അവിടേക്ക് വിഷവായു കടത്തിവിടുക. മനുഷ്യരെ പച്ചയ്ക്ക് കൊല്ലുന്ന കൊടുംക്രൂരതയുടെ കഥയാണ് ഹോളോകോസ്റ്റിന് പറയാനുള്ളത്. 7 ലക്ഷം ആളുകളെ വന്ധ്യകരണം നടത്തുന്നു. പ്രാകൃത വൈദ്യപരീക്ഷണങ്ങൾക്ക് ജനതയെ വിധേയരാക്കുന്നു. ഒരുപാട് നീചഹത്യകളുടെ കഥയാണ് ഹോളോകോസ്റ്റ് ലോകത്തോട് പറഞ്ഞത്. ഹോളോകോസ്റ്റ് അറിയപ്പെടുന്നത് ജൂതവംശഹത്യ എന്നാണ്. അത് ലോകത്തിൻ്റെ ചോരയാണ്. മാനവ സമൂഹത്തിന്റെ ചരിത്രത്തിൽ മനുഷ്യനോട് നടത്തിയ ഏറ്റവും വലിയ ഹിംസ. നഗരങ്ങളിൽ നിന്ന് മറ്റേതോ പ്രദേശങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന ജനത അവർ മരണത്തിലേക്കാണ് നടന്നു നീങ്ങുന്നത് എന്നാദ്യം മനസ്സിലാക്കിയിരുന്നില്ല. തീവണ്ടികളിൽ കുത്തി നിറച്ച് അറവുപാടുകളെപ്പോലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കുള്ള യാത്ര. ചോരയിൽ കുളിച്ച മരണങ്ങൾക്ക് മുന്നിൽ സമനില തെറ്റി നിലവിളിക്കുന്ന ഒരു മനുഷ്യ സമൂഹം. ഉന്മാദത്തിൻ്റെ രാപ്പകലുകളിൽ മരണത്തിൻ്റെ നിഴലാട്ടം. തലമുറകൾ കണ്ടും കേട്ടും മടുത്ത കണ്ണീർ പറ്റിയ കഥകളാണ് ഹോളോകോസ്റ്റ് പറയുന്നത്. ഈ ഭൂമിയിൽ ഇത്തരമൊരു കഥ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പുതുതലമുറ പോലും ചോദിച്ചു പോകുന്നു. തടങ്കൽ പാളയങ്ങളിൽ അടയ്ക്കപ്പെട്ടവരിൽ ചുരുക്കം ചിലർ മാത്രമാണ് രക്ഷപ്പെട്ടത്. ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് വന്ന അവർ തങ്ങൾ നേരിട്ട ദുരന്ത കഥകൾ ലോകത്തോട് വെളിപ്പെടുത്തി. ആധുനിക ചരിത്രത്തിൽ കൃത്യതയോടെ നടപ്പിലാക്കിയ വംശീയ ഉന്മൂലനം. ഭൂമുഖത്ത് നിന്ന് ജൂതരെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യം ഹിറ്റ്ലർ എന്ന ഭരണാധികാരിക്ക്. അതിനുവേണ്ടി അയാൾ തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് ഫൈനൽ സൊല്യൂഷൻ. 1939 1945 ഇടയിൽ 60 ലക്ഷം ജൂതന്മാർ ചാരമായ കഥ. ജർമ്മനിയിലെ രോഗാണുക്കളെന്നാണ് ഹിറ്റ്ലർ ജൂതന്മാരെ അഭിസംബോധന ചെയ്തത്. ഈ രോഗാണുക്കളെ ഭൂമുഖത്ത് നിന്ന് എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യണം. 1945 2ാം ലോകമഹായുദ്ധം അവസാനിക്കുമ്പോൾ വലിയൊരു ശതമാനം ജൂതന്മാരെയും ഹിറ്റ്ലർ കൊന്നൊടുക്കിയിരുന്നു. 1ാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ ജൂതർ ബ്രിട്ടനൊപ്പം അണിചേർന്നിരുന്നു. 1ാം ലോകമഹായുദ്ധം ജർമ്മനിയുടെ തോൽവിയിലും തകർച്ചയിലുമാണ് കലാശിച്ചത്. ഇതോടെ ഹിറ്റ്ലർ ഉയർന്നു വന്നു. തങ്ങളെ തോൽപ്പിച്ച ബ്രിട്ടന് സഹായങ്ങൾ നൽകിയത് ജൂതന്മാരാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് ഹിറ്റ്ലർ ജൂതവിരോധം ആദ്യം കത്തിപ്പടർത്തി. ജർമ്മനിയിൽ താമസിക്കുന്ന ജൂതർ ഒറ്റുകാരാണെന്നും അവർ രോഗാണുക്കളാണെന്നും ഹിറ്റ്ലർ പ്രഖ്യാപിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പലവിധ കാരണങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും ജൂതർ വേട്ടയാടപ്പെട്ടിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ജൂതരെ ആട്ടിപ്പായിച്ചിരുന്നു. ആദ്യം റോമാക്കാരിൽ നിന്ന്, പിന്നീട് തുർക്കികളിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ട ഒരു ജനതയായിരുന്നു ജൂതർ എന്ന വംശം. ഷേക്സ്പിയർ നാടകങ്ങളിലെ ഷൈലോക്കിനെ പോലെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ജൂതർ എന്ന് ഹിറ്റ്ലർ വിശ്വസിച്ചു. 1945 വരെ സ്വന്തം ഭൂമിയില്ലാതെ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി അവർ ആട്ടിപ്പായിക്കപ്പെട്ടു. 2ാം ലോകമഹായുദ്ധം അവസാനിക്കുമ്പോൾ ജൂതന്മാർക്കൊരു രാജ്യം സമ്മാനിക്കുമെന്ന ബ്രിട്ടന്റെ പ്രഖ്യാപനത്തിന് മുന്നിൽ അവർ ബ്രിട്ടനോട് കൂറു പുലർത്തി. എന്നാൽ ജർമ്മനിയിൽ ജൂതരെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള ഹിറ്റ്ലറുടെ നീക്കങ്ങൾ
ജർമ്മനിക്ക് വേണ്ടത് ഒരു ആര്യാധിപത്യമാണ് എന്ന് ഹിറ്റ്ലർ ജനങ്ങളോട് പറഞ്ഞു. ജൂതരക്തം പേറുന്ന സ്വന്തം പിതാവിനോടുള്ള പകയും ഹിറ്റ്ലറുടെ മനസ്സിൽ ജൂതവിരോധത്തിന് കാരണമായി. ഒരു നിഴൽ ശത്രുവിനെ മുന്നിൽ നിർത്തി അതിനു നേരെയുള്ള യുദ്ധപ്രഖ്യാപനത്തോടെ ഭൂരിപക്ഷ സമൂഹത്തെ തനിക്കൊപ്പം നിർത്തുക എന്ന ഫാസിസ്റ്റ് സമീപനമാണ് ഹിറ്റ്ലർ പുലർത്തിയത്. ജൂതന്മാർക്കൊരിക്കലും ജർമ്മൻ പൗരന്മാരായി നിൽക്കാൻ കഴിയില്ല എന്ന് ഹിറ്റ്ലർ പ്രഖ്യാപിച്ചു. ഒന്നാം ലോകയുദ്ധത്തിൽ മാതൃരാജ്യമായ ജർമ്മനിയുടെ തോൽവിയിൽ ഹിറ്റ്ലർ അത്യന്തം നിരാശനും കോപാകുലനുമായിരുന്നു. മാതൃരാജ്യത്തെ ഒറ്റുകൊടുത്തവരാണ് ജൂതർ. അതുകൊണ്ട് തന്നെ അവർ നിഷ്കരണം വധിക്കപ്പെടണമെന്ന് അയാൾ കണക്കുകൂട്ടി. സത്യത്തിൽ ഹിറ്റ്ലർ വലിയ തെറ്റിദ്ധാരണയാണ് പടർത്തിയത്. ഒന്നാം ലോകയുദ്ധത്തിൽ ജർമ്മനിയിലെ ജൂതന്മാർ തങ്ങളുടെ മാതൃരാജ്യത്തിനൊപ്പം നിന്ന് പൊരുതിയിരുന്നു. ജർമ്മനിക്ക് ആവേശം കൊടുത്ത യുദ്ധവീരൻ ഓട്ടോ ഫ്രാങ്ക് ജൂതനായിരുന്നു. എന്നാൽ നാസികൾക്ക് തങ്ങളുടെ താൽപ്പര്യങ്ങൾ നടപ്പാക്കാൻ അവർ പ്രതിസ്ഥാനത്ത് ജൂതരെ നിർത്തി. ജൂതവിരോധം തന്റെ രാഷ്ട്രീയ പ്രക്രിയയിലേക്കുള്ള ഒരു മാർഗമായി ഹിറ്റ്ലർ തെരഞ്ഞെടുത്തു. ദേശീയ ഐക്യം, ജർമ്മൻ വികാരം തുടങ്ങിയ വാക്കുകളിലൂടെ ഒരു ഫാസിസ്റ്റ് ശൈലിയാണ് നാസികളുടെ നേതാവായ ഹിറ്റ്ലർ പുലർത്തിയത്. ജർമ്മനിയിൽ ശത്രുക്കളാണ് എന്ന് ജൂതർ പ്രഖ്യാപിക്കപ്പെട്ടതോടെ നാസികളുടെ മുന്നോട്ടുള്ള നിഗൂഢ പ്രയാണത്തിന് മുന്നിൽ ജൂതർ എന്നും ശത്രുവശത്തു നിന്നു. ലോകത്തിലെ ഏറ്റവും വംശശുദ്ധിയുള്ളവർ ജർമ്മൻകാരാണ് എന്ന് ഹിറ്റ്ലർ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. ആര്യവംശത്തിൽ പിറക്കാത്ത ജൂതന്മാരെ നിഷ്കരണം കൊന്നെറിയുക. പിന്നീട് ആര്യരക്തം പേറുന്ന ജർമ്മൻകാർ ജൂതരെ അകറ്റി നിർത്താൻ തുടങ്ങി. ആശങ്കയോടെ അവജ്ഞയോടെ ജൂതരെ അവർ കണ്ടു തുടങ്ങി. വംശഹത്യയുടെ അന്തരീക്ഷം സൃഷ്ടിക്കലായിരുന്നു ഹിറ്റ്ലറുടെ ലക്ഷ്യം. എന്നാൽ വളരെ ഭീതിതമായ ഒരു വിധി തങ്ങളെ കാത്തിരിക്കുന്നുവെന്ന് ജൂതർ മനസ്സിലാക്കിയില്ല. ജൂതരുടെ വാസസ്ഥലങ്ങൾ, വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയൊക്കെ ഹിറ്റ്ലർ നോട്ടമിട്ടു. ആ സ്ഥലങ്ങളിലൊക്കെ ഒരു മഞ്ഞ അടയാളം പതിച്ചു. ജൂതരോട് കാരുണ്യമോ സ്നേഹമോ കാണിക്കരുത് എന്ന് ജർമ്മൻ ജനതയോട് ഹിറ്റ്ലർ ആവശ്യപ്പെട്ടു. ജൂതർ പെറ്റുപെരുകുന്നത് ഭാവിയിൽ ജർമ്മൻ ജനതയ്ക്ക് ഭീഷണിയാകുമെന്നാണ് ഹിറ്റ്ലറുടെ കണ്ടെത്തൽ. 1933 ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറാവുന്നു. പടിപടിയായുള്ള അധികാര ഉന്നതങ്ങളിലേക്കുള്ള അയാളുടെ കയറ്റം. ഒടുവിൽ 1934 ഹിറ്റ്ലർ ജർമ്മനിയുടെ പരമാധികാരിയായ ഫ്യൂററായി മാറി. പിന്നീട് ലോകം കണ്ടത് ഏറ്റവും ക്രൂരമായ ജൂതവേട്ടയാണ്. നാസികളുടെ ഉന്മൂലന വഴിയിലേക്കുള്ള കണക്കിൽ ജൂതർ മാത്രമായിരുന്നില്ല റോമൻ ജിപ്സികൾ, ഭിന്നശേഷിക്കാർ, മാനസിക വളർച്ചയില്ലാത്തവർ, സ്ലാവിക് ജനത, റഷ്യൻ യുദ്ധത്തടവുകാർ, കമ്മ്യൂണിസ്റ്റുകാർ, ട്രേഡ് യൂണിയൻ നേതാക്കൾ, യഹോവ സാക്ഷികൾ, അങ്ങനെ പല പട്ടികകളും കടന്നുവന്നു. സ്വവർഗ അനുരാഗികൾക്ക് ഹിറ്റ്ലർ വിധിച്ചത് മരണം. യാചകരെയും ലൈംഗിക തൊഴിലാളികളെയും ഒക്കെ ഹിറ്റ്ലർ മരണത്തിന് വിധിച്ചു. 2.5 ലക്ഷത്തോളം റോമൻ ജിപ്സികളെയാണ് ഹിറ്റ്ലർ വധിച്ചത്. പട്ടിണിയും രോഗവും മറ്റു പകർച്ചവ്യാധികളും കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ഗെറ്റോകളിലും തടവറകളിലും അവിടേക്കുള്ള യാത്രാമധ്യേ മരിച്ചു വീണു. ഇവിടെയാണ് തടങ്കൽ പാളയങ്ങളുടെ കഥ തുടങ്ങുന്നത്. പിടികൂടപ്പെട്ട് തടങ്കൽ പാളയങ്ങളിലേക്കുള്ള ജൂതരുടെ ശരീരങ്ങൾ നാസികളുടെ പരീക്ഷണ വസ്തുക്കളായി അവ മാറി. നാസി പടയാളികളുടെ രോഗങ്ങൾക്കും മുറിവുകൾക്കും മരുന്ന് കണ്ടുപിടിക്കാനുള്ള പരീക്ഷണ വസ്തുക്കളായി അവർ ജൂതശരീരങ്ങളെ മാറ്റി. പലപ്പോഴും പച്ചയായി കീറിമുറിച്ചു പരിശോധിക്കുന്നത് നാസി ഡോക്ടർമാർ തന്നെ. ഈ വൈദ്യശാസ്ത്ര രേഖകൾ പലതും പിന്നീട് പുറത്തു വന്നു. ആര്യവംശത്തെ നിലനിർത്താനും അവരിൽ അമാനുഷിക കഴിവുകൾ സൃഷ്ടിക്കാനും ഹിറ്റ്ലർ അനുമതി കൊടുത്തത് ഏറ്റവും ക്രൂരമായ പരീക്ഷണങ്ങൾക്ക്. തടവുകാരെ -6 ഡിഗ്രിയിൽ മരിക്കുന്നതുവരെ നിർത്തും. പിന്നീട് ഉടൻ തിളച്ച വെള്ളത്തിലേക്കിടും. പരീക്ഷണം വ്യാപകമായി നടന്നു. ശീതതാപങ്ങൾ ശരീരത്തിൽ എത്രമാത്രം മാറ്റങ്ങൾ വരുത്തുമെന്നറിയാനായിരുന്നു ഈ കഠിന പരീക്ഷണം. എല്ലാ ഞരമ്പുകളും ശരീരത്തിൽ നിന്ന് അറുത്തുമാറ്റി പുതിയ ഞരമ്പുകൾ ശരീരത്തിൽ കിളിർക്കുമോ എന്നുവരെ പരീക്ഷണങ്ങൾ നടന്നു. എല്ലാം ബോധം കെടുത്താതെയാണ് എന്നോർക്കുക. വിഷം പുരട്ടിയ വെടിയുണ്ട കൊണ്ട് വെടിവെച്ചാൽ എത്ര സമയത്തിനുള്ളിൽ മരിക്കും എന്ന പരീക്ഷണങ്ങൾ. തീപ്പൊള്ളൽ ചികിത്സയ്ക്കായി ഫോസ്ഫറസും മറ്റും ഉപയോഗിച്ച് ശരീരം പൊള്ളിക്കും. വന്ധ്യംകരണത്തിന്റെ പരീക്ഷണങ്ങളാണ് ഏറ്റവും ക്രൂരം. സ്ത്രീകളുടെയും പുരുഷന്റെയും ജനനേന്ദ്രിയത്തിലേക്ക് അതിശക്തമായി എക്സ്റേ രശ്മികൾ പായിച്ച് പരിശോധിക്കും. വൃഷ്ണങ്ങൾ കീറിയെടുത്ത് അതിലുള്ള മാറ്റം പരിശോധിക്കും. ഞരമ്പുകളിലും കണ്ണുകളിലും അയഡിൻ, സിൽവർ നൈട്രേറ്റ് എന്നിവ നേരിട്ട് കുത്തിവെച്ച് നീലക്കണ്ണുകൾ ഉണ്ടാക്കാനുള്ള പരീക്ഷണം. കുട്ടികളിൽ ഉൾപ്പെടെ അനസ്തേഷ്യ നൽകാതെയുള്ള
ശസ്ത്രക്രിയകൾ, അവയവമാറ്റം, ഇരട്ടകളെ വേർപെടുത്തൽ, എന്തിനേറെ അക്കാലത്ത് ഹിറ്റ്ലർ കഴുത്തുമാറ്റിവെക്കൽ പരീക്ഷണം വരെ നടത്തി. ഹോളോകോസ്റ്റ് എന്ന പദത്തിന്റെ അർത്ഥം എരിഞ്ഞു തീരുക. നാസികളുടെ ചൂളകളിൽ കത്തിപ്പോയ ലക്ഷക്കണക്കിന് ജീവനുകളുടെ ഓർമ്മയാണ് ഹോളോകോസ്റ്റ്. 1939 ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നു. അവിടുത്തെ ആയിരക്കണക്കിന് ജൂതന്മാരെ പിടികൂടി ഗെറ്റോവിലേക്ക് മാറ്റുന്നു. പിടികൂടപ്പെട്ടവരുടെ സ്വത്തുക്കൾ ജൂതരല്ലാത്തവർക്ക് കൈമാറി. ഗെറ്റോവിൽ ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കാനുള്ള മാർഗമാണ് പിന്നീട് ഹിറ്റ്ലർ തിരഞ്ഞത്. പട്ടിണിയും ദാരിദ്ര്യവും മാത്രമല്ല, ഒരുതരം ചെള്ളുപനിയും അവിടെ വ്യാപകമായി. പകർച്ചവ്യാധി പടർന്നവരെയൊക്കെ ഹിറ്റ്ലർ വെടിവെച്ചു കൊന്നു. ചികിത്സയെന്നത് ഒരു വെടിയുണ്ട മാത്രം. ഗെറ്റോവിന് ചുറ്റും ഒരു വലിയ വൈദ്യുതി വേലി അയാൾ കെട്ടി ഉയർത്തി. തടവുകാരെ കൊണ്ടുതന്നെയാണ് കൂറ്റൻ ചുറ്റുമതിലുകൾ തയ്യാറാക്കിയത്. പിന്നീട് നാസികൾ നോർവേ, ഡെൻമാർക്ക്, നെതർലൻഡ്സ്, ബെൽജിയം, ലക്സംബർഗ്, ഫ്രാൻസ് എന്നിവ കീഴടക്കി. 1941 ഈ സ്ഥലങ്ങളിലെ 10,000-കണക്കിന് ജൂതന്മാരും റൊമാനിയക്കാരും ഇത്തരം ഗെറ്റോവുകളിലേക്ക് മാറ്റപ്പെട്ടു. ഇവിടെയാണ് സഞ്ചരിക്കുന്ന മരണ യൂണിറ്റുകളുടെ ആവിർഭാവം. അന്ന് ഹിറ്റ്ലർ പിടികൂടിയ 5 ലക്ഷത്തോളം സോവിയറ്റ് ജൂതന്മാരെ കൊന്നൊടുക്കി. എല്ലാവരെയും വെടിവെച്ച് വീഴ്ത്തി കൂട്ടക്കുഴിമാടങ്ങൾ തീർത്ത് അവിടെ അവർ മൂടപ്പെട്ടു. എല്ലാ ജൂതരെയും കണ്ടെത്തുക, വേർതിരിക്കുക, കൊല്ലുക, ഇതായിരുന്നു ഹിറ്റ്ലർ പുലർത്തിയ നയം. ഒടുവിൽ ഹിറ്റ്ലറുടെ SS സംഘം ആയിരക്കണക്കിന് വിഷവാതക ടിന്നുകൾക്ക് ഓർഡർ നൽകി. ജർമ്മനിയിൽ കൃഷിക്കും മറ്റുമുണ്ടാകുന്ന വ്യാപക കീടശല്യത്തിനാണ് ഇത്രയധികം വിഷത്തിന് ഓർഡർ നൽകുന്നത് എന്ന് ജനങ്ങൾ ധരിച്ചു. എന്നാൽ ജൂതരെ ഓരോ പ്രദേശത്തു നിന്നും പോളണ്ടിലെ ഓഷ്വിറ്റ്സിലേക്ക് എത്തിക്കാൻ പ്രത്യേക ട്രെയിനുകൾ തയ്യാറാക്കി നിർത്തിയിരുന്നു ഹിറ്റ്ലർ. ജൂതന്മാർ ഉൾപ്പെടെയുള്ളവരെ അവിടെ വേർതിരിച്ചു. സ്ത്രീകൾ, കുട്ടികൾ, പുരുഷന്മാർ എന്നിങ്ങനെ പ്രത്യേക വിഭാഗങ്ങൾ. അതിൽ യുവാക്കൾ, യുവതികൾ, പ്രായമായവർ, രോഗികൾ, അവശർ, മാനസിക വിഭ്രാന്തിയുള്ളവർ എന്നിങ്ങനെ പട്ടിക നീണ്ടു. 1942 മാർച്ച് 17 മുതൽ ഗ്യാസ് ചേംബർ കൊലപാതകങ്ങൾ തുടങ്ങി. ഓഷ്വിറ്റ്സ്, ബിർക്കിനാവോ എന്നിവയ്ക്ക് പുറമെ 5 കൊലയറകൾ കൂടി അയാൾ നിർമ്മിച്ചു. ചെൽബനോ, സുബിബോർ, ഡ്രബിൻകോ, മാൻഡ്രങ് തുടങ്ങിയ സ്ഥലങ്ങളിൽ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലുമുള്ള ജൂതന്മാരെ ആട്ടിയിറക്കിക്കൊണ്ടുവന്നു. 3 പ്രധാന ക്യാമ്പുകൾക്കപ്പുറം 140ഓളം ചെറിയ ക്യാമ്പുകൾ തയ്യാറാക്കപ്പെട്ടു. നാനാഭാഗത്തു നിന്നും ആട്ടിത്തെളിയിക്കപ്പെട്ട ജൂതർ പൊള്ളുന്ന ചൂടിലും കോടിപ്പോകുന്ന മഞ്ഞിലും ഇരുമ്പ് വണ്ടികളിൽ ഇറച്ചിക്കോഴികൾ എന്ന പോലെ കുത്തി നിറയ്ക്കപ്പെട്ട് ഓഷ്വിറ്റ്സിലെ തടങ്കൽ പാളയങ്ങളിലേക്ക് അടയ്ക്കപ്പെട്ടു. പിന്നീട് ഗ്യാസ് ചേംബറിൽ സൈക്ലോൺ ബി എന്ന ഗ്യാസാണ് കടത്തിവിടുക. 20 മിനിറ്റ് കൊണ്ട് അവിടെ ജീവിതം അവസാനിക്കും. ഒരു ജനതയെ ഇത്ര നിഷ്ഠൂരമായി കൊല ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ഹൃദയത്തിലുയരുന്ന ഒരു ചോദ്യം, എന്തിനാണ് ഇത്ര നിഷ്ഠൂര കൊലപാതകങ്ങൾ? എന്നാൽ ഒരു വംശത്തിൽ ജനിച്ചുപോയി എന്ന കുറ്റം മാത്രമേ ഇവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയൂ. 1941 1945 ഇടയിൽ അരങ്ങേറിയ നരഹത്യയിൽ ഇരയായത് 60 ലക്ഷത്തിലധികം ജൂതന്മാർ. 90 ലക്ഷത്തോടടുത്തായിരുന്നു 1933 യൂറോപ്പിലെ ജൂതരുടെ ജനസംഖ്യ. അവയിൽ മഹാഭൂരിപക്ഷവും ഇല്ലായ്മയിലേക്ക്. 1945 യുദ്ധം അവസാനിക്കുമ്പോഴേക്കും ജൂതന്മാരിൽ 67% നാസികൾ കൊന്നെറിഞ്ഞു. ഈ മഹാക്രൂരതയുടെ വേട്ട ഇന്നും ജൂത മനസ്സുകളിൽ നിന്നൊഴിഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയൊരു വംശീയ ഉന്മൂലനം താങ്ങാൻ ജൂതർക്ക് കഴിയില്ല. അവർ തങ്ങളുടെ തലമുറകളുടെ സുരക്ഷയ്ക്കായി യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.